പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനായില്ല. ആനകളെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്ത്, ഇത് എത്ര മണിക്കൂറായി ഇത് തുടരുന്നത്? പ്രദേശത്ത് ഇപ്പോഴും ഭീതിതമായ സാഹചര്യം തന്നെയാണോ നിലനിൽക്കുന്നത്? രവീന്ദ്രൻ, നിരന്തരം നിലവിൽ കുറച്ച് ദിവസങ്ങളായി അട്ടപ്പാടിയിലെ ഈ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആന വരികയും കൂട്ടത്തോടെ വരികയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പലതരത്തിലും ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ചും ഒക്കെ ആനയെ തിരിച്ച് വനത്തിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ കൂട്ടത്തോടെ ആയതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിച്ചിട്ടും ഈ ആന പിരിഞ്ഞു പോകാതിരിക്കുന്നതാണ്, ഇവിടുന്ന് മാറിപ്പോകാതിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. വനത്തിലേക്ക് കയറിപ്പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നാളെയും ഇത്തരത്തിൽ ശ്രമം തുടരും. ഇപ്പോൾ രാത്രി വൈകിയതുകൊണ്ട് ഇന്നത്തെ ശ്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ നാട്ടിലെ പ്രദേശവാസികളോടൊക്കെ ജാഗ്രതയോടെ ഇരിക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും നാളെ രാവിലെ കൂടി ഇത്തരത്തിൽ ഈ ആനകൾ നിലയുറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ കാട്ടാനക്കൂട്ടം ഇവിടെ തുടർന്നതോടുകൂടി പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് എന്നുള്ളതാണ്. അട്ടപ്പാടിയിൽ സ്ഥിരമായി ഇപ്പോൾ വനത്തിൽ നിന്ന് ആനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് വളരെയധികം കൂടിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതുകൊണ്ട് മൂലം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. അഖില, ശരി, ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു.